അത് ഇപ്പൊ പറയുന്നത് ചോദിക്കാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അർജുനെ പോലെ ഇതേപോലെ ഒരു സ്ക്രീനിൽ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ഓരോ തവണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രമേയത്തിലെ പെർഫോമൻസ് അനുസരിച്ച് അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോൾ കരിയർ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രാഫ് അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സിനിമ വരുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം എൻ്റെ ഓഡിയൻസിന് ഇത് കറക്റ്റായിട്ട് കൺവേ ആവും, അല്ലെങ്കിൽ എൻ്റെ ഇത് ചെയ്യുവാണെങ്കിൽ ക്ലിക്കാവും എന്ന് വിചാരിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ സിനിമയുടെ കഥാപാത്രം എങ്ങനെയായിരിക്കും? ഒരു കഥാപാത്രം ക്ലിക്കാവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നതൊക്കെ. ആക്ച്വലി ബ്രഹ്മയുഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം. പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജോണർ ആണല്ലോ. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്തോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളത് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാളെ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് പ്രൊമോഷൻ കിട്ടിയൊരു പടം ആദ്യത്തെ ഇതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നാദിഷിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ. കാരണം ചെറുപ്പം തൊട്ട് തന്നെ നാദിഷിക്കനെ നന്നായിട്ട് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാഷിക്ക വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പരിപാടിയാണ് കേട്ടോക്ക് നല്ല രീതിയിൽ പറഞ്ഞു. കേട്ടു, ഇഷ്ടപ്പെട്ടു. മുബീനെ അപ്പോഴും ആദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഇവനും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതിനി കാണട്ടെ, കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യൂലേ എന്നുള്ളത്. സമയത്ത് അജു വർഗീസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാനും അൺലേൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു റാഫിക്കയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റുമോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിൽ? നമ്മൾ ഓരോ പടം കഴിയുന്നോറും, നീ ഇത് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ, നമ്മൾ ഓരോ പടം കഴിയുന്നോറും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും. ഇപ്പം ആദ്യമായിട്ടാണല്ലോ നാഷിക്കയോട് വർക്ക് ചെയ്യണം. കാരണം എനിക്ക് നാഷിക്കനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത്. അല്ല, അവന് ഈ പടം കൊണ്ട് അവൻ വേറൊരു കാര്യം പഠിച്ച്. കാരണം ഈ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അല്ല. അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അടിപൊളിയായിരുന്നു. കാരണം ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മൾ സെറ്റില്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. മൊത്തം റാഫിക്ക ഇങ്ങനെ വരും, പരിപാടി പറഞ്ഞു തരും. റാഫിക്ക കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അത് ഞാനത് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം ഇരുന്നത്. ആഷിക്ക് നോക്കട അറക്കൊടുത്തോളാം. പക്ഷെ രസമായിരുന്നു. കാരണം ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ കഥകൾ ഭയങ്കര രസം, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു പടമാണ്. ഞാൻ പറഞ്ഞ ഇവൻ തല്ലണല്ല റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നുമില്ലടാ, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞിക്കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞേ ആണോ, ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ സീൻ ചെയ്തില്ലടാ. പിന്നെ കുറച്ച് കരിപ്പായി. ഇപ്പോൾ ഒരു സിനിമയേക്കാൾ കൂടുതൽ ഒരു കഥാപാത്രത്തെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ രമണൻ എന്നുള്ള കഥാപാത്രം എപ്പോഴും മുൻപിലുണ്ട്. ട്രോളുകളിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെയ്ദിനം വരുമ്പോൾ മുതലാളിയുടെ മുഖത്ത് നോക്കി ചെറ്റിയെന്ന് വിളിച്ച ഏക തൊഴിലാളി രമണനാണെന്നുള്ള തരത്തിലുള്ള നെറേറ്റീവുകളൊക്കെ വരുന്നുണ്ട്. തിരിച്ചടിക്കാത്ത മുതലാളി. അപ്പം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്, എഴുതി വെച്ച ആളാണ് റാഫിക്ക. അപ്പോൾ അർജുന് റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പോൾ മാത്രമല്ല റാഫിക്കയുടെ ഒരു കോ ആർട്ടിസ്റ്റ് കൂടെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഇത്രയും ഒരു ഹിറ്റ് മേക്കർ, അപ്പോൾ ഒരു ലെഗസി, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചാബി ഹൗസ് പോലെ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല. സിറ്റുവേഷനലി കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ തമാശ ഉണ്ട്, ഇല്ല എന്നല്ലേ പറയണേ.
പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറിയ അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളടുത്ത്. അപ്പോൾ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ അവർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ രസം പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിരുന്നു. ആവേശം സിനിമയിലെ ശാന്തപ്പന്റെ കഥാപാത്രം ഉണ്ടല്ലോ, ചിരിക്കുന്ന സോങ് സീനിൽ ചിരിക്കുന്ന സീനുകളല്ലോ, രോമാഞ്ചൻ സിനിമയിൽ താങ്കളുടെ കഥാപാത്രത്തിനെ സംബന്ധിച്ച് ചെയ്താണ്. അല്ല, ചെയ്തല്ല എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പക്ഷെ അവർ ഇന്റർവ്യൂല് ചോദിച്ചപ്പോ അത് അങ്ങനെ റിസംബിൾ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. അവന്റെ ടോട്ടലി ഒരു ഏണി ഇടുന്ന ടൈപ്പ് ഓഫ് ഒരു നോട്ടവും പരിപാടിയാണ്. അപ്പൊ റിസംബിൾ ചെയ്യാൻ ചെയ്തതല്ല എന്നാണ് അവന് പറഞ്ഞായിരുന്നത്. സോഷ്യൽ മീഡിയയിൽ അത് വെച്ച് താങ്കളുടെ ഫേസും വെച്ചിട്ട് ഇതവന്റെ അല്ല അല്ലേ? അതല്ലേ എനിക്കിഷ്ടായി. അർജുനെ ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ പോലീസ് കഥാപാത്രം എന്ന് പറയും. അപ്പൊ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കോൺസ്റ്റബിൾ വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതില് ഓരോ പോലീസ് കഥാപാത്രം ചെയ്യുന്ന സമയത്തും അതിലൊരു മോഡുലേഷൻ ഉണ്ടാവുമല്ലോ. ഐ മീൻ ഫിസിക്കലി ആയാലും ശരി, ചെയ്യുന്ന പെർഫോമൻസിലായാലും ശരി. ഇതിലെ കഥാപാത്രം ചെയ്യാനായിട്ട് എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് കുറച്ചാള് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പോയായിരുന്നു, കുറച്ച് മാസത്തിലേക്ക് വെക്കാൻ. പക്ഷെ കുഴപ്പമില്ലാണ്ടായി തോന്നുന്നു. ഇങ്ങനെ കണ്ടിട്ട് പറയാൻ